ഈ പാചകവാതക പ്രതിസന്ധി കർണാടകത്തിലും ചില്ലറ കൂടുതൽ അലോസരമുണ്ടാക്കുന്നു എന്നാണ് ഞങ്ങളുടെ ബംഗളൂരു പ്രതിനിധി സജു ചാമക്കാലയിൽ പറയുന്നത്. കർണാടകത്തിലേക്ക് പറയൂ സജു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പാചകവാതക സിലിണ്ടറിന്റെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. 70% ഹോട്ടലുകൾ ഇപ്പോഴും അടച്ചിട്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടുകളാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് MG റോഡിലാണ്. ഈ ഒരു നിരയിലുള്ള ഈ ഹോട്ടൽ മാത്രമാണ് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിനുള്ള ചുറ്റുവട്ടങ്ങളൊക്കെ ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ട്. നമ്മൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ പക്കലുള്ളത് ഒരു സിലിണ്ടർ മാത്രമാണ്. ഇതുകൂടി നഷ്ടപ്പെട്ടു പോയാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് ഇവരുടെ അവസ്ഥ മാറുമെന്നാണ് ഇവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ഇവരോട് ചോദിക്കാം എന്താണ് ഇവരുടെ നിലവിലെ അവസ്ഥയെ പറ്റി. भैया अभी का क्या अफरोज, एक बार हम तो सिलेंडर बहुत तकलीफ, दुकान आज से लास्ट है, सिलेंडर नहीं मिलता है. 3000 रुपये ब्लैक में मिलता है, ब्लैक में भी नहीं है सिलेंडर. अभी बहुत वाक़ा से सिलेंडर रहता है. 3000 रुपये सिलेंडर का है. हाँ, फर्स्ट में 1500 रुपया था, 1500 रुपये डबल हो गया है. सिलेंडर का बहुत वाक़ा. आज तो आज लास्ट है सिलेंडर. आज के सामान सिलेंडर नहीं है. आपका पास एक्स्ट्रा नहीं है. आज लास्ट है, आज का लास्ट का है, कल से सिलेंडर नहीं है. SK തന്നെയാണ് ഇന്നിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു സിലിണ്ടർ മാത്രമാണ് ഇവരുടെ പക്കലുള്ളത്. ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയാണ് അവർ നമ്മോട് പങ്കുവെക്കുന്നത്. ഈ റോഡിൽ അതായത് മുൻപോട്ട് നോക്കുകയാണെങ്കിൽ കുറേയേറെ ഹോട്ടലുകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ചില ഹോട്ടലുകൾ അടഞ്ഞ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടുകളാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ബംഗളൂരു നഗരമാണ്. ഏകദേശം 35,000-ഓളം ഹോട്ടലുകൾ മാത്രമാണ് ഈ ബംഗളൂരു നഗരത്തിലുള്ളത്. അപ്പോൾ ഈ ഹോട്ടലുകളുടെ അവസ്ഥ അതിദുരിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരുടെ അവസ്ഥയും വളരെ ദയനീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 5000 രൂപയ്ക്കാണ് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതെങ്കിൽ ഇപ്പോൾ അത് 7000-ന് മുകളിലേക്ക് മാറിയിരിക്കുന്നു. 70%-ഓളം ഹോട്ടലുകൾ പൂട്ടിയിട്ട അവസ്ഥയിലേക്കാണ് ബംഗളൂരു നഗരം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.